Hello guys, it's me Telma. Welcome back to my channel. Welcome to another skincare DIY video. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈകളിലും കാലിലൊക്കെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാനും നമ്മുടെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു ബ്രൈറ്റനിങ് പാക്ക് ആണ്. അപ്പോൾ നമ്മൾ ബ്രൈറ്റനിങ് പാക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻസ്റ്റന്റ് പാക്ക് അല്ല. നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്ത് ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ DIY ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഈ പാക്ക് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ കീപ്പ് ഓൺ വാച്ചിങ്. അപ്പോൾ ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ ഒരു DIY പാക്കിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കേർഡാണ്, തൈരാണ്. അപ്പോൾ ഈ തൈര് നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിലുള്ള ടാനും ചെറിയ രീതിയിലുള്ള ടാനൊക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ തൈര്. ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. കടലപ്പൊടി നമ്മുടെ സ്കിന്നിന് ഈവൻ ചെയ്യാനും നമ്മുടെ കോംപ്ലക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഈ കടലപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കടലപ്പൊടി കുറച്ച് തിക്ക് പേസ്റ്റ് ആക്കേണ്ട രീതിയിൽ അത്രയും നമ്മളിത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. അപ്പോൾ ഈ കോഫി പൗഡറിൻ്റെ അകത്തുള്ള കഫെയിനും കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസിനെ ഒക്കെ റിമൂവ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കാൻ സഹായിക്കും. ഓൾസോ ഈ കഫെയിൻ നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള സെല്ലുലൈറ്റും സ്ട്രെച്ച് മാർക്സ് ഒക്കെ പതിയെ കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഈ കോഫി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു സ്ക്രബ് ലൈക്ക് കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാം. ഇനി ഈ സ്ക്രബ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വെക്കുക. ഇനി നമ്മൾ ഈ പാക്ക് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം. കയ്യിലിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുക. കാരണം നമ്മുടെ ഈ ഒരു കോഫി, ഈ പാക്കിലുള്ള ഈ കോഫി നല്ലൊരു അടിപൊളി എക്സ്ഫോളിയേറ്ററാണ്. നന്നായിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ സെല്ലിനെ ഒക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയും, സ്ക്രബ് ചെയ്ത് കളയും. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് വരെ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഹാൻഡ്സിലുള്ള ഇമ്പ്യൂരിറ്റീസും ടാനും ഒക്കെ നമുക്ക് കളയാൻ സഹായിക്കും. പിന്നെ ഇതൊരു 10-15 മിനിറ്റ്സ് വരെ ആ ഒരു പാക്ക് ഉണങ്ങുന്നത് വരെ നമ്മൾ കയ്യിൽ തന്നെ വെക്കുക. അതേപോലെ തന്നെ നമുക്ക് കാലുകളിലും ഇത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഏത് ബോഡി പാർട്സിലാണെങ്കിൽ നമ്മൾ ടാൻ അടിച്ച് നിൽക്കുന്ന ഏത് ബോഡി പാർട്സിലും നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സ്ക്രബ് നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് ഈ ഒരു പാക്കിനെ നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നല്ല രീതിയിൽ കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു ഹാഫ് ലെമണിൽ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ആ ഒരു പാക്കിനെ സ്ക്രബ് ചെയ്ത് കളയുക. നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഉരച്ചരച്ച് കളയുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസും നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ബ്രൈറ്റൻ ചെയ്ത് കുറച്ചും കൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഇതും ഒരു 2-3 മിനിറ്റ്സ് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്ലീൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ പാക്കറ്റ് കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള ടാനൊക്കെ മാറി നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും നല്ല രീതിയിൽ. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് പാക്ക് അല്ല. നിങ്ങളൊരു കപ്പിൾ ഓഫ് ടൈംസ് ഇത് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നല്ല രീതിയിലുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങളുടെ ഒരു ഡിസൈഡ് റിസൾട്ട് കിട്ടുന്നവരെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ വീക്കിൽ ഒരു 2 ടൈംസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോൾ പുറത്തിറങ്ങിയാലും സൺറൈസ് ഒക്കെ അടിക്കാനുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു SPF യൂസ് ചെയ്യുക. ഒരു സൺസ്ക്രീൻ എപ്പോഴും ബോഡിയിലും ഫേസിലും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു നല്ലൊരു SPFൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു DIY വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ബിക്കോസ് ഐ ഡു പോസ്റ്റ് ഫൺ വീഡിയോസ് ദെയർ ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.